ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യു ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് IAS സ്പെഷ്യാലിറ്റീസ്, IASൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IAS ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഓൾ ഇന്ത്യ സർവീസസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IAS എന്നത്. ഇത് IFS ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ് എന്നീ വിഭാഗങ്ങൾക്കൊപ്പം രാജ്യത്തിൻ്റെ അഖിലേന്ത്യാ സേവനങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നത്. ഇത് രാജ്യത്തിൻ്റെ ബ്യൂറോക്രസിയുടെ ഭാഗമാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത് സിവിൽ സർവീസ് പരീക്ഷ നടത്തിയാണ് ഇതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 1858, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു കാലഘട്ടത്തിൽ 1858 ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ICS ഇന്ത്യൻ സിവിൽ സർവീസ് എന്നായിരുന്നു ഇതിൻ്റെ പേര്. അപ്പോൾ സിവിൽ സർവീസുകളെ മൂന്നായി തരംതിരിച്ചിരുന്നു. ഉടമ്പടി ഇല്ലാത്തത്, പ്രത്യേക സിവിൽ സർവീസുകൾ എന്നിങ്ങനെയായിരുന്നു അന്ന് തരംതിരിച്ചിരുന്നത്. ഉടമ്പടി എന്ന് പറയുന്നത് ഉയർന്ന തസ്തികയിലുള്ള ആ ഒരു ഇതിനെയായിരുന്നു ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി ഇല്ലാത്തതെന്ന് പറയുന്നത് ഭരണത്തിൻ്റെ താഴ്ത്തട്ടിലേക്ക് ഇന്ത്യക്കാരെ കൊണ്ടുവരിക, സാധാരണക്കാരെ കൊണ്ടുവരിക എന്നതായിരുന്നു ഉടമ്പടി ഇല്ലാത്തത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രത്യേക സിവിൽ സർവീസുകൾ എന്നത് ഫോറസ്റ്റ്, പോലീസ്, പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റെല്ലാം ഇതിൽ ഉൾപ്പെടുമായിരുന്നു. ഇതിലേക്ക് ആളുകളെ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉടമ്പടിയിൽ നിന്നും, ഉടമ്പടിയിലുള്ള ആ ഒരു വിഭാഗത്തിൽ നിന്നും, അതോടൊപ്പം ആർമിയിൽ നിന്നുമായിരുന്നു ഇതിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തിരുന്നത് പ്രത്യേക സിവിൽ സർവീസിലേക്ക്. അങ്ങനെ 3 രീതിയിലായിരുന്നു ഇതിൻ്റെ സിവിൽ സർവീസുകൾ അന്നത്തെ കാലത്ത് 1858 ആ ഒരു കാലഘട്ടത്തിൽ. പിന്നീട് ആദ്യമായിട്ട് പരീക്ഷ നടത്തിയത്, സിവിൽ സർവീസ് പരീക്ഷ നടത്തി ആളുകളെ തിരഞ്ഞെടുക്കുന്നത് 1893 തൊട്ടാണ്. സിവിൽ സർവീസ് എക്സാം നിലവിൽ വരുന്നത് 1893 തൊട്ടാണ്. പിന്നീട് 1946 ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കുവാനായിട്ടുള്ള തീരുമാനം എടുക്കുന്നത് 1946. പിന്നീട് 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒന്നിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇന്ത്യ പാക് വിഭജന സമയത്ത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ICS രണ്ടായിട്ട് മാറുകയും അതിൽ പാകിസ്ഥാൻ ഭാഗം PAS പാകിസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നും, ഇന്ത്യൻ ഭാഗം IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നും അറിയപ്പെട്ടു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.